എൻ്റെ പേര് റീന തിമോത്തി. ഇത് എൻ്റെ അനിയൻ്റെ ഭാര്യ. ഞങ്ങൾക്ക് കൂടി ഒരുമിച്ച് കാര്യം പറയാനുണ്ട്, അത് കാണുന്ന ഇങ്ങോട്ട് വിളിച്ചത്. ഞങ്ങൾ വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ പൂച്ചട്ടി എന്ന ഇടവകയിൽ നിന്നാണ്. ഞങ്ങൾ സുറിയാനി സഭാംഗങ്ങളാണ്. ഞങ്ങളുടെ സഭയുടെ പള്ളിയുടെ പേര് മാർത്ത മറിയം വലിയ പള്ളി എന്നാണ്. ഞങ്ങൾ 2019 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ ചേട്ടനാണ്. കാരണം ഞാൻ ടൈലറിങ്ങും ബ്യൂട്ടി പാർലറും നടത്തുന്ന കാരണം വലിയ തിരക്കാണ്. അതുകൊണ്ട് അദ്ദേഹം തന്നെ ഉടമ്പടി എടുത്തു. പക്ഷേ അദ്ദേഹത്തിന് കാലിന് മുട്ടിന് നല്ല തേയ്മാനമാണ്. അതുകൊണ്ട് അത് ഉടമ്പടി പൂർത്തീകരിക്കാൻ അത് സാധിച്ചു കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. ആദ്യത്തെ പുതുക്കൽ വന്നപ്പോൾ ഞാനത് ബ്രദറോട് പറഞ്ഞ് ഏറ്റെടുത്തു. അങ്ങനെ 4 പ്രാവശ്യം പുതുക്കി. ഈ പുതുക്കലിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് കുറേ അനുഗ്രഹങ്ങൾ കിട്ടി. പക്ഷേ 2 കാര്യം ഞങ്ങൾ പ്രാധാന്യമായി ഇവിടെ പറഞ്ഞിരുന്ന 2 കാര്യവും നടന്നില്ല. കാരണം അപ്പോൾ ഞങ്ങൾ വളരെ വിഷമിച്ചു. ഞങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞിട്ടാണ് എപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ മാതാവ് എനിക്ക് പറയണ പോലെ തോന്നിയത്, ചേട്ടനാണ് ഉടമ്പടി എടുത്തത്, നീ എൻ്റെ ഉടമ്പടിയിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചത് 4 പ്രാവശ്യം ഞാൻ ഉടമ്പടി എടുത്തു, എൻ്റെ സീനിയോറിറ്റി പോവല്ലോ, എനിക്ക് സിൽവർ ഗ്രേ പേപ്പർ കിട്ടില്ല. അപ്പോൾ അച്ഛൻ്റെ പ്രസംഗത്തിൽ ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ, നിങ്ങൾ സിൽവർ പേപ്പർ അല്ല ഉദ്ദേശിക്കുന്നത്, ദൈവേഷ്ടം നിറവേറ്റി ജീവിക്കുന്നതിലാണ് നിങ്ങൾ കൃപ കാണേണ്ടത്. അപ്പോൾ തന്നെ ഞാൻ പുതിയ ഉടമ്പടി എടുത്തു, 2ാമത്തെ ഉടമ്പടി. അപ്പോൾ 19 തുടങ്ങി 23/11 25 11 മാസം. അപ്പോൾ 24 കടന്നു. അങ്ങനെ ഉടമ്പടി എടുത്ത് 2ാമത്തെ പുതുക്കലിൽ ഞങ്ങളുടെ തറവാട്, അതായത് ചേട്ടൻ്റെയും ഈ നിൽക്കുന്നത് എൻ്റെ അനിയൻ്റെ ഭാര്യയാണ്, അവരുടെയും സ്ഥലമാണ് വിൽക്കുവാനായിട്ട് ആൾക്കാർ വന്നത്. ഈ സ്ഥലം എന്ന് പറഞ്ഞത് തൃശ്ശൂർ 2.25 സെൻറ്റ് സ്ഥലമുള്ളൂ. പക്ഷേ അവിടെ നല്ല വില കിട്ടുന്ന സ്ഥലമാണ്. 100 വർഷമായിട്ട് കൈമാറ്റം ചെയ്യാത്തൊരു സ്ഥലം. 10 വർഷമായി ഞങ്ങളത് വിൽക്കാൻ നോക്കിയിട്ട് അത് നടന്നില്ല. അപ്പോൾ ഈ 2ാമത്തെ ഉടമ്പടിക്ക് അത് വാങ്ങുവാനായിട്ട് ഒരാൾ വന്നു. അപ്പോൾ അവർ തിരിച്ച് മറിച്ച് കൊടുക്കുന്ന കച്ചവടക്കാരാണ്. അപ്പോൾ അവർക്ക് എല്ലാവിധ പേപ്പറുകളും നമ്മൾ കറ കൂടാതെ അത് ശരിയാക്കി കൊടുക്കണം. 70 വർഷമായി അപ്പാപ്പന്മാരും അമ്മാമ്മമാരും അപ്പാപ്പന്മാരെ സഹോദരിമാർ അവരുടെ ഡെത്ത് സർട്ടിഫിക്കറ്റുകൾ കിട്ടാൻ നിങ്ങൾക്കൊന്ന് ഊഹിക്കാമല്ലോ. 70 വർഷമായിട്ട് അത് കോർപ്പറേഷനിൽ പോലും ആഡ് ചെയ്യാത്തതാണ്. ആ സർട്ടിഫിക്കറ്റുകൾ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. കുടിക്കട എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെങ്ങന്മാരെ കെട്ടിക്കാനായിട്ട് അമ്മ അർബൻ ബാങ്കിൽ വെച്ചാലും അത് കടം തീർത്തു. പക്ഷേ കുടിക്കടകൾ ഒന്നും ഒഴിമറി വെച്ച് എടുത്തില്ല. അപ്പം അതൊന്നും കിട്ടാൻ ഞങ്ങൾക്ക് യാതൊരു നിവർത്തിയില്ല. അപ്പം ഞങ്ങളുടെ ചേട്ടന്മാരുടെ കയ്യിൽ ഉപ്പ്, മാതാവിൻ്റെ കാശ് രൂപം ഇത് കൊടുത്തിട്ടാണ് ഈ കാര്യങ്ങൾ. കയറിയിറങ്ങാത്ത ഓഫീസുകളില്ല. 6 മാസമായി ഇതിന് പിന്നാലെ നടന്നിട്ട്. ആ സമയത്ത് ആദ്യമൊന്നും ഇത് ഞങ്ങൾ കൊടുത്തു വിട്ടിരുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് ഈ കച്ചവടക്കാരെ ശല്യ നിമിത്തം ഞങ്ങൾ ലാസ്റ്റത്തെ ഇതാണ് കാശ് രൂപ ഉപ്പും കൂടി കൊടുത്തു വിട്ടു. അപ്പോൾ കാര്യങ്ങൾ എങ്ങനെയാണെന്നറിയില്ല. പടിപടിയായി ഓരോ കാര്യങ്ങളും ശരിയായിട്ട് വന്നു. അങ്ങനെ എല്ലാ പേപ്പർ വർക്കുകളും നടത്തി ഞങ്ങളിത് തീരുമാനത്തിലെത്തി. പക്ഷേ ഇതിൽ 8 പേര് ആണ് അവകാശികളുള്ളത്. അതിൽ 3 സഹോദരിമാർ മരിച്ചുപോയി, അവരുടെ മക്കൾ. അപ്പം പിന്നെ പ്രശ്നം നിങ്ങൾക്കറിയാലോ, ഒരു ഭാഗം ഉടമ്പടി വരുമ്പോൾ എങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇത് തീർക്കാനായിട്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഒരു പിടുത്തമില്ല. അങ്ങനെ ഇവർ 23 ആൾക്കാർ ഇതിൽ ഒപ്പിടണം. ഞങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ ഞങ്ങൾ ഈ കരാറ് ജനുവരി 28 11:30 രജിസ്റ്റർ ഓഫീസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 11:30 ഇവിടെ ഉടമ്പടി ധ്യാനം നടക്കുന്നു. ഞങ്ങൾ കൈവിരിച്ച് പിടിച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ, അമ്മ മാതാവ് ഇതിലൊന്ന് ഇടപെടണം. അപ്പോൾ ഞങ്ങൾ വിളിച്ച് ചോദിക്കുമ്പോൾ ഇവിടെ ആകെ പ്രശ്നങ്ങളാണെന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു, ഞങ്ങൾ ഈ ഉടമ്പടിയിൽ വന്നിട്ട് ഇത് ഞങ്ങൾ സോൾവ് ആക്കിയില്ലെങ്കിൽ ഈ സ്ഥലം അങ്ങനെ തന്നെ കിടക്കും, ആർക്കും ഉപകാരപ്പെടാതെ.
അപ്പം ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ അവർ പറയുന്ന രീതിയിൽ എവിടെ വേണമെന്ന് വെച്ചാൽ ഒപ്പിട്ട് കൊടുത്ത് ഈ കാര്യം ഇന്ന് തന്നെ അവസാനിപ്പിക്കണം. കാരണം എന്ന് വെച്ചാൽ ആ തറവാട്ടിൽ താമസിച്ചിരുന്നത് എൻ്റെ അനിയൻ്റെ ഭാര്യ. ഇവരാണ് അമ്മയെ 20 കൊല്ലം നോക്കി അവിടെ ഇതാക്കിയത്. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഈ ഉടമ്പടിയിൽ നിൽക്കുന്നത് കാരണം ഞങ്ങൾക്ക് അങ്ങനെ ഒരു മനസ്ഥിതി ദൈവമാതാവ് ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചു. ഞങ്ങളത് ചേട്ടൻ അവർ രണ്ടുപേരും ഒപ്പിട്ട് കൊടുത്തു. എല്ലാവർക്കും സന്തോഷമായ രീതിയിൽ അത് അവസാനിപ്പിച്ചു. ഇത്രയും ഒരു കൃപ തന്ന എൻ്റെ അമ്മ മാതാവിന് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. കാരണം എന്ന് വെച്ചാൽ അതിൽ കിട്ടുന്ന ചെറിയ തുകയായാലും അതുകൊണ്ട് വേണം ഞങ്ങൾക്ക് ഇനി ജീവിതം കരുപിടിപ്പിക്കാനായിട്ട്. അങ്ങനെ ഒരു സാക്ഷ്യം. പിന്നെ ഞങ്ങൾക്ക് 2019 കുറേ അനുഗ്രഹങ്ങൾ കിട്ടി. ഇവിടെ വന്ന് ഞങ്ങൾ സാക്ഷ്യം പറഞ്ഞു. പക്ഷെ അത് ഇവിടെ ഈ പുണ്യപ്പെട്ട ആൾക്കാരിൽ ഞങ്ങൾക്ക് പറയാൻ സാധിച്ചില്ല. അപ്പോൾ ഞാൻ സ്റ്റിച്ചിങ് നടത്തുന്നതല്ല. അപ്പോൾ ഞങ്ങളുടെ തുണി കടയാക്കി വലുതാക്കി. ആ ബിസിനസ് ആവശ്യത്തിനായിട്ട് ഒരു കാറ് വാങ്ങി. മൂത്ത മകനാണത് നടത്തുന്നത്. എൻ്റെ ചേട്ടനാണെന്ന് വെച്ചാൽ വീട്ടിലത്തെ എല്ലാ ജോലികളും ചെയ്യുന്നത് അദ്ദേഹമാണ്. അതുകൊണ്ടാണ് ആദ്യം അദ്ദേഹം ഉടമ്പടി എടുക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ തീരെ പറ്റുന്നില്ല. അപ്പം ഞാൻ തന്നെ എടുത്തു. ഞങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആദ്യം തൃശ്ശൂർ ജില്ലാ ആശുപത്രികളിൽ പോയിട്ട് ഭക്ഷണം കൊടുക്കും. വഴിയോരത്തെ കച്ചവടക്കാർക്ക് ഭക്ഷണം കൊടുക്കും. പക്ഷേ ഈ തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ അവിടെ നിയമങ്ങൾ നമുക്ക് വേണ്ട വിധത്തിൽ ഭക്ഷണം കൊടുക്കാനോ അവിടെ കയറിപ്പറ്റാനോ സാധിക്കുന്നില്ല. അപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് ഞങ്ങളുടെ തൊട്ട് നടത്തറ ഭാഗത്ത് ആശ്രയഭവൻ എന്ന് പറഞ്ഞ അമ്മമാരെ നോക്കാൻ ആരുമില്ലാത്ത ഗവൺമെൻറ്റിൽ നിന്ന് മാനസിക വിഭ്രാന്തിയുള്ള ആൾക്കാരെയൊക്കെയും കൊണ്ടുവരുന്ന ഒരു സ്ഥലം. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ പേടിയാവും. അപ്പം ഞങ്ങളതങ്ങോട്ട് പോയി അവരെ മുടി വെട്ടി കൊടുക്കും. എൻ്റെ മകൻ അവർക്ക് അപ്പാപ്പന്മാർക്ക് ഷേവ് ചെയ്ത് കൊടുക്കും, തലമുടി വെട്ടും. അവൻ പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. അവന് ഉടമ്പടി എടുത്ത ആളാണ്. ഇത് ഈ കാരുണ്യ പ്രവൃത്തി പറയാൻ വന്നപ്പോൾ ഇത് പറഞ്ഞു എന്ന് മാത്രം. പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് ജോലിയുള്ള സമയത്ത് ഞങ്ങൾ പോയിട്ട് ഇങ്ങനെ ചെയ്യും. പിന്നെ അവിടുത്തെ കറണ്ട് ബില്ല് ഞങ്ങൾ അടച്ചു കൊടുക്കും. മാസത്തിൽ ചാക്ക് അരിയുടെ പൈസ കൊടുക്കും. ഞങ്ങൾക്ക് തുണിക്കടയായ കാരണം മുണ്ടുകൾ, ഷർട്ടുകൾ, നൈറ്റുകൾ എല്ലാ പപ്പന്മാരന്മാർക്കും വേണ്ട വിധത്തിൽ ഞങ്ങൾ കഴിയുന്ന വിധത്തിൽ ഞങ്ങളുടെ ഇല്ലായ്മയിൽ നിന്ന് കൊടുക്കും. പിന്നെ ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കടയാണല്ലോ. എത്ര ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് വരും. ഞങ്ങൾക്ക് ഇറങ്ങി പുറപ്പെട്ട് പോയി പ്രേക്ഷിത വേല ചെയ്യണ്ട. ഞങ്ങളുടെ അടുത്തേക്ക് ആൾക്കാർ അത്രമാത്രം ആൾക്കാർ ഒരു ത്രെഡിങ് ചെയ്യുമ്പോൾ അവരുടെ ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് വേണ്ടി വരും. അവർക്ക് അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞ് ഞാൻ ഓരോ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതേപോലെ ഉപ്പും തേനും അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞാൽ അവർക്ക് അത് ഉപയോഗിക്കാൻ കൊടുക്കും. അപ്പോൾ ഓരോ ക്രിസ്ത്യൻ കുട്ടികളല്ല വരുന്നത്, വിജാതീയ മക്കളാണ്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ലേ, അവരുടെ ഓരോ ആവശ്യങ്ങൾ നിറഞ്ഞിട്ട്. അതേപോലെ ഒരു ചേച്ചിയുടെ മരുമകൾ സ്കൂട്ടറിൽ നിന്ന് നടത്തറ ഭാഗത്തുനിന്ന് എത്ര അടി മോളിൽ നിന്ന് വണ്ടി വന്ന് ഇടിച്ചിട്ട് ആ കുട്ടി നിലത്ത് വീണു. അവർ നായർ സമുദായത്തിൽപ്പെട്ടവരാണ്. ഞാനിത് അറിഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. ഞങ്ങൾ ഉപ്പും കാശ് രൂപം തൈലം കൊണ്ട് ഞങ്ങൾ ഓടിപ്പോയി. ഞങ്ങൾക്ക് അവിടെ കടക്കാൻ നിവർത്തിയില്ല. അപ്പം മിഷൻ ഹോസ്പിറ്റലായ കാരണം അവിടെ നേഴ്സുമാർ ക്രിസ്ത്യൻസാണല്ലോ കൂടുതൽ. അപ്പോൾ ആ നേഴ്സിനെ കണ്ട് ഞങ്ങൾ പറഞ്ഞു, ഈ കാശ് രൂപം ഈ തൈലും ആ കുട്ടിക്ക് എങ്ങനെയെങ്കിലും അത് പെരട്ടി കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് അവർ പെട്ടി കൊടുത്തു. ആ കുട്ടി തളർന്ന് കിടക്കുള്ളൂ എന്നാണ് ഡോക്ടർമാർ. അവരുടെ കസിൻസ് എറണാകുളത്ത് രാജഗിരി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ പറഞ്ഞു ഈ കുട്ടി എഴുന്നേൽക്കാൻ ഒരു സാധ്യതയില്ല. അങ്ങനെ ആ കാശ് രൂപം തൈലും പറ്റി അവർക്ക് നല്ല വിശ്വാസമാണ്. അപ്പോൾ അവരോട് ഒരു കസിൻ വിളിച്ച് പറയണം പുറത്തുനിന്ന്, ചേച്ചി രാജേച്ചി നിങ്ങൾ കൃപാസന അമ്മേരെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പാണ് ചേച്ചി പറയുന്നത് ഇവിടെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു കുട്ടി ഞങ്ങൾക്കിത് തന്നു പ്രാർത്ഥിക്കാൻ. അതേപോലെ അങ്ങനെ അത്ഭുതം ഞങ്ങളുടെ അമ്മ ഞങ്ങൾക്ക് നടത്തി തന്നു പ്രാർത്ഥന. ഞങ്ങൾ ഫുൾ ടൈം പ്രാർത്ഥനയാണ്. ഞങ്ങളുടെ കടയിൽ വന്നാലറിയാം ദൈവവചനത്തിൻ്റെ ഇതല്ലാണ്ട് ഞങ്ങൾക്കൊന്നും ഞങ്ങൾ വെക്കാറില്ല. എല്ലാവരും ചോദിക്കും നിങ്ങൾക്ക് ഇതേ ഉള്ളൂ എന്ന്. ചിലവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരപ്പോൾ അവരുടെ മൊബൈലിൽ വേറെ ഇത് കേട്ടാലും ഞങ്ങളുടെ ഈ ടോക്ക് കേൾക്കുമ്പോൾ അവരത് ഓഫ് ചെയ്ത്
ഞങ്ങളുടെ പ്രാർത്ഥന ടോക്കുകൾ, ദൈവവചനം, ദൈവത്തെ എത്രമാത്രം പ്രഘോഷിക്കാൻ പറ്റും അതേപോലെ നമ്മളാവണം. ജോസഫ് അച്ഛൻ പറയുന്ന പോലെ നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യാദികളെല്ലാം ദൈവം നടത്തി തരും. അതുപോലെ എൻ്റെ മകന് കിട്ടിയ വചനം, യാബസ് പ്രാർത്ഥിച്ചു. യാബസിൻ്റെ അമ്മ യാബസിന് പ്രസവിക്കുമ്പോൾ വളരെ വേദനയോട് കൂടിയിട്ട് പ്രസവിച്ചു എന്ന് പറഞ്ഞു. അത് ആ കാലഘട്ടത്തിൻ്റെയാണ്. പക്ഷേ യാബസ് കൈവിരിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. ആ പ്രാർത്ഥനയാണ് എൻ്റെ മകന് ഞാൻ എഴുതി കൊടുത്തത്. അതാവൊന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ മക്കളിനെ വിശുദ്ധിയിൽ വളർത്തുവാനായിട്ട് എൻ്റെ മക്കൾ പ്രാർത്ഥന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സ്തുതിയാണ് തരുന്നത്. എല്ലാ കുടുംബങ്ങളിലും ഉണ്ടോ എന്നുള്ളത് അറിയില്ല ഞങ്ങൾക്ക്. പക്ഷേ ഡാഡിക്കും മമ്മിക്കും സ്തുതി തന്നിട്ടാണ് അവർ, അത്രയും വലിയ മക്കളാണ് ഞങ്ങൾക്കുള്ളത്, അവർ ഞങ്ങൾക്ക് സ്തുതി തന്ന് ഞങ്ങളങ്ങനെ സന്തോഷമായിട്ട് അല്ലറ ചില്ലറ കാര്യങ്ങളുണ്ടെങ്കിലും എല്ലാ അമ്മ മാതാവ് ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് കയറി സാക്ഷ്യം പറയുവാനായിട്ട് സാധിച്ചതിന് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. 19 തൊട്ട് ഞങ്ങൾ ഉള്ളുരുക്കി പ്രാർത്ഥിച്ച് ഇവിടെ വരുന്നതാണ്. ഇനി ഇതിൽ നിന്ന് ഞങ്ങൾ പിന്മാറില്ല. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾക്കിനി നിത്യതയിലേക്കുള്ള വഴിയായിട്ടാണ് ഞങ്ങളിത് കാണുന്നത്. അതേപോലെ ഈ കച്ചവടം നടക്കുന്ന 2 ദിവസം മുൻപ് അച്ഛൻ പറഞ്ഞു, മറ്റേ ഗ്രേ കളർ സാരിയിൽ ഒരു നീല സാരിയിൽ നീല പേപ്പറാക്കണം എൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കരിനീല പേപ്പറാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ 2 ദിവസം മുമ്പാണ് ഈ കരിനീല സാരി ഉടുത്തിട്ട്, എങ്ങനെയാ പറയേണ്ടതെന്ന് എനിക്കറിയില്ല, അത്രയും ഹൈറ്റും വെയിറ്റുള്ള ഒരമ്മ, ബാക്കിൽ 3 റോസപ്പൂവ് തലയിൽ, ഒരു ബുക്കും പേനെടുത്ത് കൈപ്പിടിച്ചിട്ട് റോട്ടിൽ പോലെ നിൽക്കുകയാണ് കണക്കുകൾ എഴുതാനായിട്ട്. ഞാൻ ഓടിച്ചെന്ന് ഞങ്ങളുടെ കണക്ക് പറയുന്നുണ്ട്, അമ്മ എഴുതുന്നുണ്ട്, പക്ഷെ സ്വപ്നമാണ് ഇത്. അപ്പോൾ ഞങ്ങളുടെ ഈ കച്ചവടം നടക്കുന്നത് 2-3 ദിവസം മുമ്പാണ് ഇത് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ അമ്മ അടയാളങ്ങൾ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. എൻ്റെ അനിയൻ്റെ ഭാര്യയാണ്, അവൾ അമ്മേനെ നോക്കി. അതിൽ എനിക്ക് നോക്കാൻ പറ്റില്ല, അത് ഈ എഴുത്താളരിൽ നിന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ കടമ പോലും അവളാണ് ഏറ്റെടുത്ത് നടത്തിയത്. അതിനായിട്ട് അവൾക്ക് ഞാൻ അമ്മയുടെ ഇതിൽ എനിക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ കർത്താവേ അവൾക്ക് നന്ദി പറയുന്നു. അങ്ങനെ നോക്കി ഇതാണ് ആ തറവാട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയത്. അവളിപ്പോൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ആണ് ആയിട്ടും ഞങ്ങൾ ഈ ഉടമ്പടിയിൽ നിൽക്കുന്ന ഒരൊറ്റ കാരണം കൊണ്ട് അമ്മ എങ്ങനെ മനസ്സിൽ എല്ലാ കാര്യങ്ങളും സംഗ്രഹിച്ചു, അതുപോലെയാണ് അവൾ സംഗ്രഹിച്ച് ഇതിൽ ഒപ്പിട്ട് തന്നത്. അതിനായിട്ട് ഞങ്ങൾ എത്രമാത്രം നന്ദി പറയുന്നത് ഞങ്ങൾക്കറിയില്ല. കോടാനുകൂടി നന്ദി കർത്താവേ. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-7 തിരുവചനം അരുളി ചെയ്യുന്നു, ലജ്ജിതരായിരുന്നതിന് പകരം നിങ്ങൾക്ക് ഇരട്ടി ഓഹരി ലഭിക്കും, അവമതിക്ക് പകരം നിങ്ങൾ സന്തോഷിച്ചുല്ലസിക്കും. നിങ്ങളുടെ ദേശത്ത് ഇരട്ടി ഓഹരി നിങ്ങൾ കൈവശമാക്കും, നിങ്ങളുടെ ആനന്ദം നിത്യമായിരിക്കും. വിശ്വസ്തയോടെ അവർക്ക് ഞാൻ പ്രതിഫലം നൽകും, അവരുമായി ഞാൻ നിത്യമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. കൽദായ സുറിയാനി സഭയിലെ അംഗങ്ങളാണ് ഇന്ന് തങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ മധ്യസ്ഥം വഴി തങ്ങൾക്ക് ലഭിച്ച കൃപകൾ ഈ മക്കളിവിടെ പറയുകയാണ്. സഹോദര ഭാര്യമാർ 2 പേരും ഉടമ്പടി എടുത്തു. മറ്റ് പലതും തങ്ങൾക്ക് ലഭിച്ചു. എന്നാൽ തങ്ങൾക്ക് ലഭിക്കേണ്ടത് വർഷങ്ങളായിട്ടുള്ള തങ്ങളുടെ ഒരു ഭാഗ ഉടമ്പടി അത് ഇതുവരെയും നടന്നിട്ടില്ല. 100 വർഷമായി കൈമാറ്റം ചെയ്യപ്പെടാത്ത ഭൂമി 10 വർഷമായി വിൽക്കാനിട്ടിരിക്കുന്നു. അതിൽ 3 പേര് ഇന്നും ജീവിച്ചിരിപ്പില്ല. 8 അവകാശികളാണുള്ളത്. ഒപ്പിടേണ്ടത് 23 പേര്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് 10 വർഷമായിട്ട് നടക്കാതിരുന്നത്? അവർക്ക് 6 മാസത്തോളം നടന്ന് കാര്യങ്ങൾ ശരിയാക്കി പിന്നീട്
അതിൻ്റെ പേപ്പറുകളും അതുപോലെ അത് ഒപ്പിടേണ്ട എല്ലാ അവസ്ഥകളും അതിനൊക്കെ പ്രതിസന്ധികളുണ്ട്. എന്നാൽ ഈ 2 മക്കളും തങ്ങളെ ഉടമ്പടി എടുത്തവരാണെന്നുള്ളൊരു ഉറച്ച ബോധ്യത്തിൽ അവരുടെ ജീവിത പങ്കാളികളെ പറഞ്ഞു വിടുന്നു, ഒറ്റയ്ക്കല്ല അമ്മയോടൊത്ത് പോകുവാൻ. അമ്മയുടെ കാശുരൂപവും പിടിച്ചുകൊണ്ട് അമ്മയെയും കൊണ്ട് പോകുന്ന ഒരു പ്രതീതി, അതാണ് അവരമ്മയുമായിട്ട് പോകുമ്പോൾ ഇവരമ്മയോടൊത്ത് വീട്ടിലിരുന്ന് കൈവിരിച്ച് പിടിച്ച് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ആരാധനയിൽ പങ്കുകൊള്ളുന്നു. അങ്ങനെ ഇത് നടക്കുന്നതിന് 2-3 ദിവസം മുൻപേ തനിക്കുണ്ടായ സ്വപ്നം, ഒരു അമ്മ റോട്ടിൽ നിന്ന് ഒരു ബുക്കും പേപ്പറും എടുത്ത് കണക്കെഴുതുകയാണെന്നാണ് പറയുക. അതായത് ഇതൊന്നും ആദ്യത്തെ സാക്ഷ്യമൊന്നുമല്ല. ഈ കൃപാസന അൾത്താരയിൽ അമ്മ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, അമ്മ ചെയ്യാത്ത കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അങ്ങനെ അമ്മ ഇവരുടെ വീടിൻ്റെ എല്ലാ കാര്യങ്ങളും അമ്മ അറിഞ്ഞു, ഞാൻ അറിയുന്നുണ്ട്, ഇനി നിങ്ങൾ മുമ്പോട്ട് ധൈര്യമായിരിക്കുക. അതാണ് അമ്മ ഇവർക്ക് കൊടുക്കുന്ന ആ ഒരു വെളിപ്പെടുത്തൽ. അതിനുശേഷം തങ്ങൾക്ക് എല്ലാം ക്ലിയറാക്കുവാനും അങ്ങനെ ഭാഗ ഉടമ്പടി ഏറ്റവും നല്ല രീതിയിൽ പൂർത്തിയാക്കുവാനുമൊക്കെ തങ്ങൾക്ക് കഴിഞ്ഞു. അത് അമ്മയുടെ മധ്യസ്ഥം ഒന്നുകൊണ്ട് മാത്രമാണെന്നും പിന്നീട് ഓരോ കാര്യങ്ങളും തങ്ങൾക്ക് പുതിയ കട ലഭിക്കുന്നത്, വരുമാന മാർഗം ഉയരുന്നത്, തങ്ങൾ എന്തൊക്കെയാണ് കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് ചെയ്യുക, അതായത് ഓരോന്നും അന്വേഷിച്ചറിഞ്ഞ് ചെയ്യുകയാണ്. തങ്ങൾ ചെയ്യുന്നതൊന്നും പോരാ എന്നുള്ള ഒരു ചിന്തയാണ് ഇവർക്ക് ഇവരുടെ അനുഭവ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാവുക. ഇത്രയൊന്നും ചെയ്താൽ പോരാ, ഇനിയും ചെയ്യണം. ആ ഒരു തീഷ്ണതയോടെ ജ്വലിക്കുകയാണ് മക്കൾ, ജീവിത പങ്കാളികൾ എല്ലാവരും ഒരുമിച്ച്. അവർ കാരുണ്യ പ്രവർത്തനങ്ങളിലും പ്രേക്ഷിത പ്രവർത്തനത്തിലുമൊക്കെ ഏർപ്പെടുന്നു. അങ്ങനെ ഇന്ന് അമ്മയുടെ സാക്ഷികളായി ഈ അൾത്താരയിൽ വന്നു നിന്ന് സാക്ഷ്യം പറയുവാനായിട്ട് കൃപ ലഭിച്ചു. അതുപോലെ മാതാപിതാക്കളെ വളരെ സ്നേഹത്തോടെ നോക്കുവാനായിട്ടും ഒരു മകൾക്ക് 20 വർഷത്തോളം ആ മകള് സ്വന്തം ഹസ്ബൻഡിൻ്റെ അമ്മയെ ശുശ്രൂഷിക്കുന്നു. അപ്പോൾ ആ അവസ്ഥയിലും തങ്ങൾക്കുള്ളത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാൻ, അതായത് തങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാകാതെ സഹോദരങ്ങൾക്ക് കൂടി പങ്കുവെച്ച് ഇനി കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല എന്നുള്ളൊരു മനോഭാവത്തിലേക്കൊക്കെ വരുവാനും, ഇതൊക്കെ ഈ മനോഭാവമാണ് നമ്മിൽ ഈശോ കാണുക. നമ്മൾ പുറമേ എന്തെല്ലാം കാണിച്ചാലും നമ്മൾ ആരാണെന്ന് ദൈവത്തിന് അറിയാം. അത് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ പറയാറുണ്ട്. അതിനെയാണ് അച്ഛൻ ഫ്രോഡ് എന്ന് പറയുക. കർത്താവിൻ്റെ മുമ്പിൽ ഫ്രോഡ് ആകരുത്. നമ്മുടെ ഉള്ളും ഉള്ളായ്മയും അറിയുന്ന ദൈവം എങ്ങനെ ഈ മക്കളുടെ ജീവിതത്തിൽ ഇവരുടെ ആത്മാർത്ഥത കണ്ട് ദൈവം ഇറങ്ങി വന്ന്, അതാണ് നാം തിരുവചനത്തിലും വായിച്ചത്, ലജ്ജിതരായിരുന്നതിന് പകരം നിങ്ങൾക്ക് ഇരട്ടി ഓഹരി ലഭിക്കും, അവമതിക്ക് പകരം നിങ്ങൾ സന്തോഷിച്ചുല്ലസിക്കും. തങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും ഈ മക്കൾ നന്ദി പറയുന്നു. ഇവരോടൊപ്പം കരങ്ങളടിച്ച് നമുക്കും ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഞാൻ നെടുങ്ങോലം പരൂരിന്ന് വരുന്നു. ഞാൻ താമസിക്കുന്നത് ദുബൈയിലാണ്. ആദ്യമായി ഈശോയ്ക്കും തിരുകുമാരനും കൊടാനുകോടി നന്ദി പറയുന്നു. എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ലഭിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ വരുന്നത് 2023 ജൂലൈ മാസമാണ്. ഞാൻ ഓൺലൈൻ വഴി ഫാദറിൻ്റെ സാക്ഷ്യങ്ങളും ഇവിടുത്തെ കൃപാസനത്തിൻ്റെ യൂട്യൂബ് ചാനൽ വഴി കണ്ടിട്ടാണ് ഇവിടെ വരുന്ന സമയത്ത് ഞാൻ ദുബൈയിൽ ലൈസൻസിന് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് ടെസ്റ്റുകൾ ഫെയിലായി നിൽക്കുകയായിരുന്നു. ആ ടൈമിൽ നമുക്ക് ഓരോ പ്രാവശ്യവും ടെസ്റ്റ് ഫെയിലാവുന്നതനുസരിച്ച് എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് ക്യാഷ് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന സമയത്താണ് ഞാൻ നാട്ടിലോട്ട് വരുന്നത്. ആ ടൈം ഇവിടെ വരികയും ഞാൻ ഉടമ്പടി എടുക്കുകയും ഉടമ്പടി നിയോഗത്തിൽ ഞാൻ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യം വെക്കുകയും ചെയ്തു. ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു പോയി. അവിടെ ചെന്ന് കഴിഞ്ഞ് ഞാൻ ആദ്യം വീണ്ടും എൻ്റെ ടെസ്റ്റിന് അപ്ലൈ ചെയ്തു. അപ്പോൾ എനിക്ക് ടെസ്റ്റിന് കിട്ടി. ഞാൻ അവിടെ ചെന്ന് ടെസ്റ്റിന് റൂമിൽ ഇരിക്കുകയായിരുന്നു. അവിടെ ഇരിക്കുമ്പം ഒരുപാട് ആൾക്കാരുണ്ട്. അവിടെ ഇരിക്കുന്ന കൂട്ടത്തിൽ ഞാനും അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. മാതാവേ, ഇനി ഒരു ടെസ്റ്റിനായിട്ട് ഇനി ഈ റൂമിലേക്ക് വന്നിരിക്കാനുള്ള ഇടം എനിക്ക് വരുത്തരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ടെസ്റ്റിന് എന്നെ വിളിക്കുന്നതിന് തൊട്ട് മുന്നേ കാശുരൂപം എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ തൈലവും എൻ്റെ കുരിശു വരയ്ക്കുകയും എൻ്റെ കയ്യിലും എൻ്റെ കാലിലും ഞാൻ വരച്ചിട്ടാണ് ടെസ്റ്റിന് കയറുന്നത്. എൻ്റെ കൂടെ 4 പേരുണ്ടായിരുന്നു.
ഞാൻ കാറിലിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു, മാതാവേ എങ്ങനെയും എനിക്ക് ഈ ടെസ്റ്റ് പാസ്സായേ പറ്റുള്ളൂ. എൻ്റെ കയ്യിൽ നിന്നും ഒരുപാട് അതിനായി പോയി കഴിഞ്ഞു, എനിക്ക് കിട്ടുമോ എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഇതോടുകൂടി നിർത്താം എന്നായിരുന്നു എൻ്റെ വിചാരം. ഇനി എനിക്ക് ടെസ്റ്റിന് പോകാൻ വയ്യ എന്ന് കരുതിയാണ് ഞാൻ പോകുന്നത്. എന്ത് എന്ന് എനിക്കറിയില്ല. ഞാൻ ആ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുകയും തിരിച്ചു വന്നു. റിസൾട്ട് മേടിച്ചപ്പോൾ ഞാൻ പാസ്സാവുകയും ചെയ്തു. ഒരിക്കലും എൻ്റെ കഴിവ് കൊണ്ട് പാസ്സായി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാര്യം കഴിഞ്ഞ 3 ടെസ്റ്റിനും ഞാൻ ഫെയിലാവുകയായിരുന്നു ചെയ്തത്. അത് കഴിഞ്ഞു, അതിൻ്റെ ഫൈനൽ വന്നു. ഫൈനലിലും അതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ആദ്യ ടെസ്റ്റിന് ഫൈനലിന് പാസ്സാവണമെന്ന്. അതുപോലെ തന്നെ എനിക്ക് ഫൈനലിലും പാസ്സായി. എനിക്ക് അമ്മ മാതാവ് ആദ്യം എനിക്ക് അനുഗ്രഹം തന്നത് എൻ്റെ ലൈസൻസ് ആയിരുന്നു. അത് കഴിഞ്ഞു ഞങ്ങൾ ദുബൈയിൽ സ്വന്തമായ ഒരു ബിസിനസ് നടത്തുകയായിരുന്നു. ഞങ്ങൾ വെർച്വൽ ലൈസൻസ് വെച്ചിട്ടായിരുന്നു ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ മുന്നോട്ട് പോകും തോറും ഞങ്ങൾക്ക് സ്വന്തമായി ഒരു വർക്ക്ഷോപ്പ് എന്നത് ഞങ്ങളുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു. അതിലേക്ക് എത്താൻ ഒരുപാട് കടമ്പകളുണ്ടായിരുന്നു, ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഫണ്ടിൻ്റെ പ്രശ്നങ്ങൾ. ഓരോ ദിവസം കഴിയുന്തോറും ഞങ്ങളെ മുറുക്കുന്ന ഒരു പ്രശ്നമായി വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ വർഷം 2004 ഒക്ടോബർ മാസത്തിൽ ഞങ്ങളുടെ ലൈസൻസ് റിന്യൂ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ഷെഡ് കൂടിയേ തീരൂ എന്ന് ഇവിടുത്തെ ഗവൺമെൻറ് പറയുകയും ഞങ്ങൾ ഷെഡിനായിട്ട് തിരക്കി നടക്കുകയും ചെയ്തു. എൻ്റെ ഹസ്ബൻഡ് ഒരുപാട് അലഞ്ഞു ഷെഡിന് വേണ്ടി. എവിടെ കിട്ടും, എവിടെ ചെല്ലും എന്നുള്ളതായിരുന്നു. ഞങ്ങളുടെ കയ്യിലെ ഫണ്ട് പരിമിതമാണ്. ആ ഫണ്ടിനുള്ളിൽ നല്ല ഷെഡ് കിട്ടണമെന്നായിരുന്നു. ഒരുപാട് അലഞ്ഞു, ഒരുപാട് സ്ഥലത്ത് തിരക്കി. അപ്പോൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, കിട്ടുന്നില്ല, ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, വിഷമിക്കരുത്, നമ്മുടെ കൂടെ അമ്മ മാതാവുണ്ട്. അപ്പോഴത്തേക്ക് ആ അമ്മ മാതാവ് എവിടെയായാലും നമുക്ക് നല്ലത്. ഇത്രയും നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ട് നമ്മുടെ ബുദ്ധിമുട്ടിൽ നമ്മളെ ഇങ്ങനെ പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് തന്നെ ആയിരിക്കും നമ്മുടെ അമ്മ മാതാവ് തരുന്നതെന്ന് ഞാൻ ഓരോ പ്രാവശ്യവും അദ്ദേഹത്തിനോട് പറയുമായിരുന്നു. എവിടാണോ നമ്മൾ നോക്കി തടലുന്നത് അവിടെ നമ്മളെ മാതാവ് നമുക്ക് നല്ലൊരു സമ്മാനം അവിടെ വെച്ചിട്ടു ഉണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം എൻ്റെ വാക്ക് കേട്ട് വീണ്ടും പോയി. അവസാനം അവിടെ ചെന്നു നിന്നു. അത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു, അതിലാ നീ പറഞ്ഞത് ശരിയാണ്, നമുക്ക് ഒരു ഷെഡ് കിട്ടി. അതിലെന്തെന്ന് വെച്ചാൽ ആരും ഉപയോഗിക്കാത്ത പുതിയ ഒരെണ്ണം ഞങ്ങൾക്കായി പണി കഴിപ്പിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അവിടെ ആരും ഇതിനു മുന്നേ ജോലി ചെയ്തിട്ടില്ല, ഒരു വർക്കും ചെയ്യാത്ത പുതിയ, ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലുതാണ് അമ്മ മാതാവ് ഞങ്ങൾക്ക് തന്നത്. അത് ഞങ്ങളുടെ പ്രയത്നം കൊണ്ട് കിട്ടിയെന്ന് ഞങ്ങൾ ഒരിക്കലും പറയില്ല. അമ്മ മാതാവ് ഞങ്ങൾക്ക് തന്ന ഒരു അനുഗ്രഹമാണെന്നാണ് പറയുന്നത്. ആ ദിവസം ഞങ്ങൾ അതിലോട്ട് കയറാനുള്ള ദിവസം എന്ന് കയറണം എന്നുള്ള ചിന്തയിൽ ഞങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഓരോ ദിവസവും ഓരോ തടസ്സങ്ങൾ വന്നുകൊണ്ടിരുന്നു. ഇവിടെ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷപ്പെട്ട ദിവസം അന്ന് 2:30 പ്രെയർ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസിലിരുന്നും എൻ്റെ ഹസ്ബൻഡ് കാറിലിരുന്നും ഞങ്ങൾ ആ പ്രെയർ അറ്റൻഡ് ചെയ്തു. അപ്പോഴെൻ്റെ മനസ്സിൽ തോന്നിയ ഡേറ്റ് ആയിരുന്നു ജാനുവരി 10 എന്നുള്ളത്. അങ്ങനെ ഞാൻ ഉടനെ തന്നെ പ്രെയർ കഴിഞ്ഞ് വന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമ്മൾ ജാനുവരി 10 നമ്മുടെ പുതിയ വർക്ക്ഷോപ്പിലോട്ട് നമ്മൾ കയറും. അപ്പോൾ എന്നോട് പറഞ്ഞു, അത് അന്ന് കയറാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, നമ്മൾ എങ്ങനെ പരിഹരിക്കുമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ മുമ്പിലുള്ള എല്ലാ പ്രശ്നങ്ങളും അന്ന് തലേന്ന് വരെയും ഞങ്ങൾക്ക് പ്രശ്നങ്ങളായിരുന്നു. കയറാൻ പറ്റുമോ എന്ന് പോലും ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഞങ്ങൾക്ക് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു. ജാനുവരി 10 എന്നുള്ള തീയതിയിൽ ഞങ്ങളുടെ പുതിയ വർക്ക്ഷോപ്പിൽ തിരികൊളുത്തി ഞങ്ങൾ കയറി. അതുപോലെ തന്നെ ആയിരുന്നു എൻ്റെ ഭർത്താവിനൊരു വാഹനം എന്നുള്ളൊരു സ്വപ്നം. ഞങ്ങൾക്ക് കമ്പനി വാഹനങ്ങളുണ്ട്, എന്നാൽ പോലും അദ്ദേഹത്തിന് ഒരു വാഹനം എന്നതുള്ളൊരു ഭയങ്കര സ്വപ്നമായിരുന്നു. അത് ഓരോ പ്രാവശ്യവും തിരക്കി നടക്കുമ്പോൾ എന്നോട് പറയുമായിരുന്നു, എന്തേ ഞങ്ങൾക്ക് അമ്മ മാതാവ് അത് തരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ഇത് തന്നെ പറഞ്ഞു, എന്താണോ നമ്മളെ ഇങ്ങനെ പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിൽ വലുതായിരിക്കും, നമ്മൾ വിചാരിക്കുന്നതിലും വലുതായിരിക്കും അമ്മ മാതാവ് നമുക്ക് തരുന്നു എന്ന് പറയുമായിരുന്നു. അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ വണ്ടി നോക്കി പോയി തിരിച്ച് ഞങ്ങളുടെ ഫ്ലാറ്റിൽ വന്ന് കയറാൻ നേരത്ത് ഞങ്ങളുടെ വഴിയിൽ ഒരു വണ്ടി കിടക്കുന്നു. അദ്ദേഹം ആഗ്രഹിച്ച വണ്ടിയാണ് ആ കിടക്കുന്നത്. അവിടെ കയറിയപ്പോൾ വെറുതെ ചോദിച്ചു, ഈ വണ്ടി കൊടുക്കുന്നുണ്ടോ, എങ്കിൽ ഞാൻ മേടിച്ചോളാം എന്ന് പറഞ്ഞു. അവരും അത് തമാശയായിട്ട് കരുതി. ഇദ്ദേഹം ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടി കൊണ്ടുവന്ന് പാർക്കിങ്ങിലിട്ടു. അവർ വന്ന് ചോദിച്ചു, വണ്ടി കൊടുക്കുന്നു, നിങ്ങൾക്ക് വേണമെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, എന്നാൽ എനിക്കൊന്ന് ഓടിച്ചു നോക്കണമെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ ചാവി മേടിച്ച് ഓടിച്ചു നോക്കിയപ്പോഴത്തേക്ക് ആ വണ്ടിയുടെ കിലോമീറ്റർ എന്ന് കണ്ട് പുള്ളിക്ക് എന്തോ ചെയ്യണമെന്നറിയില്ല. കാര്യം ആ ഒരു റേറ്റിന് ആ ഒരു വണ്ടി ഒരിക്കൽ പോലും ഒരാൾക്ക് പോലും കിട്ടില്ല. അങ്ങനത്തെ ഒരു വാഹനമായിരുന്നു. കാര്യം അത്രയും കിലോമീറ്ററിൽ കുറച്ചു. ഞങ്ങളുടെ കയ്യിലെ പൈസയ്ക്ക് ഒത്തൊരു വണ്ടി കിട്ടുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ കടമ്പയായിരുന്നു. ചേട്ടൻ അപ്പോഴും എന്നോട് പറഞ്ഞതാണ്, മാതാവ് നമ്മുടെ വീട്ടിൽ കൊണ്ട് തന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഞങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്നു. അതായത് ദുബൈ മൊത്തം തിരഞ്ഞു നടന്നിട്ട് കിട്ടാത്തത് ഞങ്ങൾക്ക് ഞങ്ങളുടെ
റൂമിൻ്റെ താഴെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് അങ്ങനെ ഒരു വലിയ അനുഗ്രഹം അമ്മ മാതാവ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് അനുഗ്രഹങ്ങളാണ്. ഞങ്ങൾ പല പ്രതിസന്ധികളിലും ഞങ്ങളുടെ വർക്ക് സംബന്ധമായ പല പ്രതിസന്ധികളിലും ഞങ്ങൾ നിന്നിട്ടുണ്ട്. ആ സമയത്തെല്ലാം മീൻസ് പറഞ്ഞ ഡേറ്റിന് നമുക്ക് ആ വർക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്ന സമയത്ത് ഞാൻ പറയും, അമ്മ മാതാവിൻ്റെ ഉപ്പ് കൊണ്ടുപോയി അവിടെ ഇട്, ആ പ്രശ്നങ്ങൾ അവിടെ പരിഹരിക്കും, യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് പറയും. അതുപോലെ തന്നെ ആ വർക്കിനെ സംബന്ധിച്ച് പിന്നെ അത് കംപ്ലീറ്റ് ആകുന്നത് വരെ ആരും അതിനെപ്പറ്റി ചോദിക്കുക പോലുമില്ല. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങളാണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. അമ്മ മാതാവിൻ്റെ ഉപ്പും തൈലവും ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുണ്ട്. അവരുടെയൊക്കെ അസുഖം വന്നാലും അവർ മരുന്നല്ല ആദ്യം എന്നോട് ചോദിക്കുന്നത്, അമ്മ അത് തരുമോ, അത് തന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ അസുഖം പെട്ടെന്ന് ഭേദമാവും എന്നാണ് പറയുന്നത്. ഞാനൊരു ഹിന്ദുമത വിശ്വാസിയാണ്. എന്നാൽ പോലും അമ്മ മാതാവിനെയും തിരുകുമാരനെയും ഞാൻ എൻ്റെ ജീവനുള്ളിടത്തോളം കാലം ഞങ്ങളുടെ കൂടെ കൂട്ടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത്രയ്ക്ക് വിളിച്ചാൽ നമ്മുടെ കൂടെ വരുന്ന അമ്മയാണ്. അത് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഞങ്ങൾ പറയുകയാണ്. ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് തന്നിട്ടുണ്ട്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞ്. അതിനുശേഷമാണ് നമ്മൾ അങ്ങനെയുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിയത്. ഞങ്ങളുടെ അടുത്ത് ആര് വന്ന് എന്താവശ്യത്തിന് ചോദിച്ചാലും ഞങ്ങളത് ചെയ്തു കൊടുക്കും. ഞങ്ങളുടെ ഓരോ വർഷവും ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഓരോ നല്ല വരുന്ന ഓരോ കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ ആയാലും ഏത് നല്ല കാര്യത്തിന് ഒതുങ്ങിയാലും ആദ്യം ഞങ്ങളുടെ വീടിനടുക്ക് സുഖമില്ലാത്ത കുഞ്ഞുങ്ങൾ താമസിക്കുന്ന സ്ഥലമുണ്ട്. അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ ആദ്യം അവിടുത്തെ മാഡത്തിനെ വിളിച്ചിട്ട് അവിടെ എന്താണോ ആവശ്യം, കുഞ്ഞുങ്ങൾക്ക് അവിടെ ഏത് ടൈമിലാണ് ആഹാരം വേണ്ടത്, എപ്പോഴാണ് വേണ്ടത് എന്നുള്ളത് തിരക്കിയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അവിടത്തേക്ക് ഓരോ ദിവസവും ഞങ്ങൾ കൊടുക്കുന്നത് ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞാണ്. ആ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ കൊടുക്കുന്ന ദിവസത്തെ ആഹാരം സ്വീകരിക്കുമ്പോൾ ഒരുപാട് മനസ്സ് നിറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേർക്ക് ഭക്ഷണമായും ആഹാരം മെഡിസിനായും പൈസയായും ഞങ്ങൾക്ക് കൊടുക്കാൻ സഹായിച്ചിട്ടുണ്ട്. അതിനെല്ലാം ഞങ്ങൾ അമ്മ മാതാവിനോടാണ് നന്ദി പറയുന്നത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ചതും ഇനിയും അങ്ങനെ സംഭവിക്കട്ടെ എന്നും ഈ അമ്മ മാതാവിനോടും തിരുകുമാരനോടും നന്ദി പറഞ്ഞ് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 21 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു. 9-ാം തിരുവചനം അരുളി ചെയ്യുന്നു, കരയ്ക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. എന്തുകൊണ്ടാണ് ഈ തിരുവചനം ഇവിടെ നാം ഇപ്പോൾ പറയുന്നത് എന്ന് വെച്ചാൽ ഇവിടെ തങ്ങൾ പിടിക്കാത്ത മീൻ കൊണ്ട് പ്രാതലൊരുക്കിയിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ അടുത്തേക്ക് ശിഷ്യന്മാർ വരുന്ന ഒരു സുവിശേഷ ഭാഗമാണിത്. തങ്ങൾ അധ്വാനിക്കാത്തത് തങ്ങൾക്ക് വേണ്ടി തമ്പുരാൻ ഒരുക്കിയിരിക്കുന്ന കൃപയുടെ അനുഭവങ്ങൾ ഇന്ന് കൃപാസന അൾത്താരയിലൂടെ ഓരോ മക്കളിലേക്കും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതാരെന്നൊന്നുമില്ല, ഏത് ജാതി, ഏത് മതം, കുലം ഇതൊന്നുമില്ല. എന്നാൽ സത്യദൈവത്തെ അറിഞ്ഞു കഴിയുമ്പോൾ സത്യദൈവത്തെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന, ചങ്കോട് ചേർത്ത് വെക്കുന്ന അനുഭവങ്ങളുള്ള എല്ലാവർക്കും ഈശോ മടി നിറയെ നിറച്ചളന്ന് അമർത്തി കുലുക്കി മടി നിറയെ ഇട്ടുകൊടുക്കുന്ന അനുഭവങ്ങൾ ഓരോ വ്യക്തികൾക്കും ഉണ്ടാകുന്നു. ഇവിടെ തങ്ങൾ ആതിരയും കുടുംബവും UAE-യിലാണ്. അവിടെ ഇവർക്ക് അനുഭവപ്പെടുന്ന പ്രതിസന്ധികൾ കുടുംബജീവിതത്തിലും അതുപോലെ ബിസിനസ്, തൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ്, ഇങ്ങനെയൊക്കെ ഓരോന്നും അനുഭവപ്പെടുമ്പോൾ അതിലൊക്കെ എങ്ങനെയാണ് ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ടാകുന്നത്, തങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഒരിക്കലും ഒരു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കരുതൽ അത് ഇതുവരെയും ഉണ്ടാകാത്ത, അല്ലെങ്കിൽ അതിൻ്റെയൊന്നും അതൊക്കെ വലിയൊരു കാര്യമായിട്ട് ചിന്തിക്കാത്ത മക്കളൊക്കെയാണ് ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ഉടമ്പടിയിലൂടെ ദൈവത്തെ മറ്റുള്ളവരിൽ കാണുവാനായിട്ട്, ദൈവത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തെ കാണുവാനായിട്ട് പരിശ്രമിക്കുക. അങ്ങനെ അവിടെയും തങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ മകളിവിടെ പങ്കുവച്ചു. അതിലൂടെ അവർക്ക് വേണ്ടി പ്രാതലൊരുക്കിയ ദൈവസ്നേഹമാണ്, കരുതലുള്ള കരുണയുടെ സ്നേഹമാണ് ഇപ്പോൾ
തൻ്റെ അനുഭവത്തിലൂടെ ഈ മകൾ പങ്കുവയ്ക്കുക. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാൻ പ്രീതാജിത്ത് വൈക്കത്ത് നിന്ന് വരുന്നു. എനിക്കിവിടെ നിന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്ന, ഈ ആൾക്കാരെ കയറുന്ന സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്ന എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുവാൻ 2022 ഡിസംബർ 27-ാം തീയതിയാണ് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കും മുമ്പേ ഞാൻ പരിശുദ്ധ അമ്മയെ കാണുകയും ഞാൻ വിഷമത്തോടു കൂടിയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ബാങ്കിലടക്കാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടും ഫീസ് കൊടുക്കാനുള്ള ബുദ്ധിമുട്ടും കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ പരിശുദ്ധ അമ്മ 2 ചിറകുള്ള പക്ഷി എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ അയൽക്കൂട്ടത്തിലെ ചേച്ചി എനിക്ക് കാണിച്ചു തന്നിട്ട് പറയുകയുണ്ടായി, നീ വിഷമിക്കേണ്ട, നിനക്ക് പൈസ കിട്ടിക്കൊള്ളുമെന്ന്. എനിക്ക് തോന്നിയതാകും എന്ന് വിചാരിച്ചു. പക്ഷേ അന്ന് വൈകുന്നേരം തന്നെ ആ ചേച്ചി എന്നെ വിളിച്ച് പറയുവാണ്, പ്രീതേ നീ വിഷമിക്കേണ്ട, നിനക്ക് എന്തെങ്കിലും പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ, ഒരു 10,000 രൂപ തന്ന് ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പരിശുദ്ധ അമ്മ മാത്രമാണ് എനിക്ക് തന്നതെന്ന്. കൂടാതെ മോൻ്റെ 10ാം ക്ലാസ്സിലെ എൻ്റെ മോനാണ് വിനായക്. അവന് 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ഉന്നത വിജയത്തോടുകൂടി പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും അവനെ ജയിപ്പിച്ചു. 91% വിജയം അമ്മ മേടിച്ചു കൊടുത്തു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ് അവനുണ്ടായിരുന്നു. അതോടുകൂടി അവൻ്റെ ജീവിതം തന്നെ വേറെ രീതിയിൽ അമ്മ മാറ്റിത്തന്നു. എല്ലാ അനുഗ്രഹങ്ങളും തന്ന അമ്മയ്ക്ക് കൊടാനുകൂടി നന്ദി. അതുകൂടാതെ ഞാൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു. എനിക്ക് താൽക്കാലികമായിട്ട് ഗവൺമെൻറ് ഹോമിയോ ഡിസ്പെൻസറിയിൽ ഒരു ജോലി ലഭിക്കുകയുണ്ടായി. അതും എൻ്റെ പരിശുദ്ധാമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ്. ഞാൻ ഉടമ്പടി തൈലയിട്ട് എൻ്റെ ഹസ്ബൻഡിന് വെരിക്കോസിൻ്റെ ഇതുണ്ട്, അത് ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചു. അത് ഒരുപാട് മാറ്റമുണ്ടായി. അതുപോലെ ഉടമ്പടി തൈലം ഉപ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഇങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ഞങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മ കൂടെയുണ്ടെന്നും ഞങ്ങളുടെ ഓരോ ശ്വാസത്തിലും അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ നടക്കുന്നത്. അതുപോലെ ഞാൻ ധ്യാനം ഉടമ്പടി എടുത്തതിൻ്റെ പിറ്റേ ചൊവ്വാഴ്ച ധ്യാനം ആദ്യമായിട്ട് കൂടിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങളെപ്പോഴും പ്രാർത്ഥിക്കും, ഞങ്ങൾക്ക് എന്നാണ് അമ്മേ ഞങ്ങൾക്കൊരു അനുഗ്രഹം തരണേ, ഞങ്ങൾക്ക് ഒരുപാട് വിഷമമുള്ളവരാണ്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ഗ്രേ കളറിലെ പക്ഷി വന്ന് എൻ്റെ മുൻപിൽ നിൽക്കുകയും ആ സ്വർണ്ണ കളറിലെ കാല്, അപ്പം ഭയങ്കര പ്രകാശം. അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ഈ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഇഴജന്തുക്കളുടെ ഇതുകൊണ്ട് ഞങ്ങൾക്ക് പേടിച്ചിട്ട് വെളിയിൽ പുറകുവശത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. പക്ഷേ അന്ന് എനിക്കൊരു പേടിയും തോന്നിയില്ല. എന്താണെന്നറിയില്ല, ഞാനവിടുത്തെ ധ്യാനം കൂടിയത് കൊണ്ടായിരിക്കും എനിക്ക് പേടിയൊന്നും തോന്നില്ല, മനസ്സിനൊരു സന്തോഷം. ഞാൻ നോക്കിയപ്പോൾ മതിലിൻ്റെ അങ്ങോട്ട് നോക്കിയപ്പം വെളിയിലേക്ക് ഇറങ്ങിയപ്പം ഒരു ഗ്രേ കളറിലെ പക്ഷി മതിലിൽ വന്നിരിക്കണം. അതിൽ സ്വർണ്ണക്കാല്, നമ്മൾ ഇതുവരെയും ഒരിക്കലും കാണാൻ സാധിക്കാത്ത വിധത്തിൽ ഐശ്വര്യം. ഞാൻ എൻ്റെ അമ്മയെ ഓർത്ത് പ്രാർത്ഥിച്ചു. അമ്മ തന്നെ ആവും, ആ നോട്ടത്തിലൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷി പറന്നു വന്ന് എൻ്റെ കാലിൻ്റെ അടുക്കൽ വന്ന് നിന്നു. കുറേ നേരം എനിക്കങ്ങ് വിഷമായി. ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. ഞാൻ അമ്മയാണെങ്കിൽ എൻ്റെ മോനെയും കൂടി ഒന്ന് കാണിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അത് തിരിച്ചു അങ്ങ് പറന്നു പോയി. എന്നെ തന്നെ നോക്കിക്കൊണ്ട് പറന്നു പോയി. അതെൻ്റെ പരിശുദ്ധ അമ്മയാണ്. നിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഞാൻ കാണുന്നുണ്ട്, നിനക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് അമ്മ കാണിച്ചതാണ് എന്നെനിക്ക് മനസ്സിലായി. അങ്ങനെ ഓരോ പ്രാർത്ഥനയ്ക്കും ഞാൻ അകത്ത് വന്ന് ഇവനോട് പറഞ്ഞു, മോനെ ഇങ്ങനെ ഞാൻ പക്ഷിയെ കണ്ടു, ആ സ്വർണ്ണ കളറിലാണ്, ഗ്രേ കളറാണ്, അതിൻ്റെ കാലിന് സ്വർണ്ണ കളറാണ് എന്ന് ഞാൻ വന്ന് ഇവനോട് പറഞ്ഞപ്പോൾ ഇവൻ ഉടനെ പറഞ്ഞു, അമ്മ അങ്ങനെയുണ്ടെങ്കിൽ അമ്മ പ്രാർത്ഥിച്ചോ, ഞാൻ അച്ഛൻ്റെ ധ്യാനം എടുത്ത് നോക്കാം എന്ന് പറഞ്ഞു. അവൻ ധ്യാനം എടുത്ത് തുറന്ന് നോക്കിയപ്പോഴേ അച്ഛൻ പറയണം, ആദ്യം ഞങ്ങൾ നോക്കിയപ്പോഴേ കാണുന്ന ഇതാണ്, അമ്മ സിൽവർ ഗ്രേ കളറിലാണ് പ്രത്യക്ഷപ്പെട്ടത്. ആ ഗ്രേ കളറിലെ പക്ഷിയുടെ രൂപത്തിലൊക്കെ പലരും കാണുന്നുണ്ട് എന്നത് ഞങ്ങൾക്ക് വേണ്ടി അച്ഛൻ പറഞ്ഞതാണെന്ന് ഞാൻ വിശ്വസിച്ചു. അത് തന്നെയാണ്. പിന്നെ ഞാൻ എന്ത് വിഷമിച്ചിരിക്കുകയാണെങ്കിലും അച്ഛൻ്റെ ധ്യാനം എടുത്തു നോക്കുമ്പോഴും ഓരോ വചനവും ഞങ്ങൾക്ക് വേണ്ടി തന്നെ അച്ഛൻ പറഞ്ഞു തരാറുണ്ട്. അച്ഛൻ വഴി അമ്മയും തിരുക്കുമാരനും കൂടി പറഞ്ഞു തരാറുണ്ട്. ഞങ്ങൾ അതിലൂടെയാണ് ഓരോ ദിവസവും മുന്നോട്ട് പോണത്. ദിവസവും അനുഗ്രഹ പ്രാർത്ഥന കൂടുമ്പോഴും ഞങ്ങളുടെ ഓരോ നിയോഗങ്ങളും വെച്ച് പ്രാർത്ഥിക്കുമ്പോഴും അതെല്ലാം നടത്തി അമ്മ തരണുണ്ട്. പിന്നെ
ചെറുതും വലുതുമായ ഒരുപാട് ലോണിൻ്റെ ആണെങ്കിലും അമ്മ ഞങ്ങൾക്ക് അടയ്ക്കാൻ പൈസ ഇല്ലെന്ന് ഞാൻ മുട്ടുമ്പേൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ എനിക്ക് തീർച്ചയായിട്ടും പിറ്റേ ദിവസം തന്നെ എനിക്ക് ആ പൈസ എങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും മുഖം കാണിച്ചു തരും, നീ ഒന്ന് അവിടെ ചോദിക്കൂ എന്നുള്ളൊരു രീതിയിൽ എൻ്റെ മനസ്സിൽ പറഞ്ഞു തരും. ചോദിക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ ചോദിക്കാണ്ടിരുന്നാലും എൻ്റെ മനസ്സിൽ പിന്നെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് തോന്നിക്കാറുണ്ട് ഞാൻ ചോദിച്ചാൽ അവരുടനെ എനിക്ക് തരുകയും ചെയ്യും. പിന്നെ എനിക്ക് ആ പക്ഷിയുടെ രൂപത്തിൽ വന്ന് എന്നെ കാണിച്ചു തന്ന അയൽക്കൂട്ടത്തിലെ ചേച്ചി തന്നെയാണ് എനിക്ക് ഉടമ്പടി എടുക്കാൻ വേണ്ടി എന്നെയും മോനെയും കൂട്ടി ഇവിടെ വന്നതും. അതും അമ്മ എന്നെ കാണിച്ചു തന്നതാണ്. അമ്മ വഴിയാണ് എന്നെ ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ കൊണ്ടുവന്നതെന്നല്ല അമ്മ എന്നെയും കുടുംബത്തെ ഏറ്റെടുത്തു എന്നെനിക്ക് പൂർണ്ണമായിട്ടുള്ള ബോധ്യമുണ്ട്. ഓരോ കാര്യത്തിലും ഓരോ ചലനത്തിലും എൻ്റെ പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും ഞങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഞാൻ എന്നും രാവിലെ പ്രഭാത നക്ഷത്രമാണല്ലോ നമ്മുടെ അമ്മ. അപ്പോൾ രാവിലെയും നല്ല ഇരുട്ട് മാറും മുമ്പ് ഞാൻ രാവിലെ ഇറങ്ങി വെളിയിൽ നിന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ വൈകിട്ടും പ്രാർത്ഥിക്കാറുണ്ട്. അപ്പം രാവിലെ ഞാൻ ഇവൻ്റെ പരീക്ഷ 10ാം ക്ലാസ്സിലെ കഴിഞ്ഞ വർഷം പരീക്ഷയുടെ മുമ്പ് 2 ദിവസം മുമ്പ് ഞാൻ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അമ്മേ ഞാൻ അക്രൈസ്തവയാണ്. അപ്പം ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാം നായേഴ്സാണ്. അപ്പം ഞാനിങ്ങനെ ഡെയിലി അമ്പലത്തിലൊക്കെ പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പം ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, അമ്മേ ഇപ്പോൾ പ്രീത കൃപാസനത്തിലാണ് പള്ളിയിലാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ കേൾക്കാതെയും പറയാൻ കാണുമ്പോൾ ഒത്തിരി സ്നേഹം കാണിക്കണവരും കേൾക്കാതെ പറയാറുണ്ട്. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, അമ്മേ ദേശത്ത് അവൻ പറയുന്ന പോലെ ചെയ്യുവാൻ പറഞ്ഞതിൽ എന്നെക്കൊണ്ട് പറ്റാവുന്നതൊക്കെ ഞാൻ ചെയ്യണുണ്ട്. നിൻ്റെ ദേശത്ത് നിന്നെ വാഴിക്കുമെന്ന് പറഞ്ഞ ഈശോപ്പൻ അവനെ നല്ല മാർഗോടുകൂടി തന്നെ എല്ലാവരുടെയും മുമ്പിൽ നാണം കെടുത്താത്ത രീതിയിൽ നീ ഒരിക്കലും ലജ്ജിക്കപ്പെടുകയില്ലെന്ന് പറയുന്ന ഈശോപ്പൻ അവനെ കൈപിടിച്ചുയർത്തണം, അമ്മ കൈപിടിച്ചുയർത്തണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ 91% മാർക്കോടുകൂടി നമ്മുടെ ആ വാർഡിൽ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച് അവനെ അമ്മ ജയിപ്പിച്ചു. ഒരുപാട് മൊമെൻറ്റോയൊക്കെ അവന് കൊടുത്തു. അതെല്ലാം എൻ്റെ പരിശുദ്ധാമ്മയുടെയും തിരുക്കുമാരൻ്റെയും അനുഗ്രഹം കൊണ്ടാണ്. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഒരു പക്ഷി എനിക്കിങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഞാൻ അന്ന് കണ്ട അമ്മയാണെന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന പക്ഷി ഞാൻ കാണാറുണ്ട്. അങ്ങനെ മേളിലോട്ട് നോക്കി എന്നോട് ഇങ്ങനെ ആരോ വിളിച്ചു പറഞ്ഞു, നീ അങ്ങോട്ട് നോക്കുക. ഞാൻ കണ്ടു, മേളിൽ മഴവില്ല് കണ്ടു. അന്നേരം എന്നിട്ട് ആ പക്ഷി ആ മഴവില്ലിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങി സൂര്യനിലേക്ക് പോണേ ഞാൻ കണ്ടു. അതെൻ്റെ പരിശുദ്ധ അമ്മയായിരുന്നു. അപ്പോഴേ എനിക്ക് തോന്നി അവന് നല്ല മാർക്ക് മേടിച്ച് അമ്മ ജയിപ്പിച്ചോളുമെന്ന്. അങ്ങനെ എനിക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം തന്ന എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി, സ്തുതി, സ്തോത്രം. കാരുണ്യ പ്രവർത്തനം ഞങ്ങൾ അവിടെ കുറച്ച് 1 കിലോമീറ്റർ ദൂരെയാണ് ജീവൻ നിലയം എന്ന് പറഞ്ഞിട്ടൊരു ഓൾഡ് ഏജ് ഹോമുണ്ട്. അവിടെ അവിടെ 24 പേരുണ്ട്. അപ്പോൾ അവർക്ക് 2 നേരത്തേക്ക് മാസത്തിൽ 1 പ്രാവശ്യം ഭക്ഷണം കൊടുക്കും. എല്ലാ മാസവും ഇല്ല, നമുക്കൊണ്ട് കഴിയുന്ന പോലെ. പിന്നെ ഡ്രസ്സ് എവിടുന്നെങ്കിലും നല്ല അധികം യൂസ് ചെയ്യാത്ത ഡ്രസ്സ് വാങ്ങിച്ച് അയൺ ചെയ്ത് അവർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ റോഡരികിലിരിക്കുന്ന ഒരു അപ്പച്ചന് മിക്കപ്പോഴും ചോറ് കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ പത്രം വാങ്ങിച്ച് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാറുണ്ട്. പിന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ പറയാൻ വിട്ടുപോയിട്ട് അമ്മ എന്നോട് ക്ഷമിക്കണം. ഒരുപാട് അനുഗ്രഹങ്ങൾ ഞാൻ ചെറുതും വലുതുമായ ഞാൻ എന്ത് ആഗ്രഹിച്ചാലും അമ്മ എനിക്ക് തരാറുണ്ട്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ഇനിയും ഈ ആൾത്താരിൽ കയറുന്ന സാക്ഷ്യം പറയാൻ അമ്മ എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 30, 20, 21 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. പ്രീത അജിത്ത് തൻ്റെ മകനോടൊപ്പം വന്നു നിന്ന് എങ്ങനെയാണ് തന്നെ വഴി നടത്തുന്ന ദൈവത്തെ ഈ മകൾ തിരിച്ചറിയുന്നത്, അതെങ്ങനെ അടയാളങ്ങളൊക്കെ ആയിട്ട് ഈ മകളുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം വരുന്നു. ഒന്നും നമ്മുടെ ജീവിതത്തിൽ ആകസ്മികമല്ല, എല്ലാം ദൈവ ഇഷ്ടത്തിനൊത്ത് ദൈവിക ചിന്തകളോടെ നാം മുമ്പോട്ട് പോകുമ്പോൾ സ്വർഗം നമ്മുടെ മുൻപിൽ സജീവമായിട്ട് തുറക്കപ്പെടുന്ന അനുഭവം തന്നെ നമുക്കുണ്ടാകും. അമ്മ ഒരിക്കലും തന്നെ വിളിച്ചപേക്ഷിക്കുന്ന തൻ്റെ തിരുക്കുമാരനെ
സ്നേഹിക്കുന്ന മക്കളിൽ നിന്ന് ഒരിക്കലും അകന്നിരിക്കുന്നില്ല. താൻ പല രീതിയിൽ അമ്മയുടെ സാന്നിധ്യം തനിക്ക് അനുഭവിക്കുവാനിടയായി. അത് ഓരോന്നും ഈ മകൾ ഇവിടെ പങ്കുവെക്കുന്നുണ്ട്. ആർക്കെങ്കിലുമൊക്കെ ഇതൊക്കെ എന്താണ് ഇങ്ങനെ, ഇതൊക്കെ ഉള്ളതാണോ എന്ന് ചിന്തിച്ചാൽ പ്രീത ഒരിക്കലും അത് നിരസിക്കില്ല. പ്രീതയുടെ ജീവിതം അതിനോട് ബന്ധപ്പെട്ടാണ് ഓരോ കാര്യങ്ങളും. ഈ മകൾക്ക് ലോണിൻ്റെ കാര്യം, മകൻ്റെ ഫീസ് അടയ്ക്കുന്ന കാര്യം, അതുപോലെ തൻ്റെ ജീവിതത്തിൽ പിന്നീട് മകന് നല്ല ഒരു വിജയം കിട്ടുന്നത്, എല്ലാറ്റിനോടും ബന്ധപ്പെടുത്തി ഈ മകൾക്ക് ഓരോരോ അനുഭവങ്ങളാണ് പരിശുദ്ധ അമ്മ ഈ മകൾക്കായിട്ട് നൽകുന്നത്. അങ്ങനെ വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, സ്വർഗത്തിൽ വലിയ ഒരടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടിയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. തനിക്ക് എങ്ങനെയാണ് മഴവില്ല് ദൈവം നോഹയുമായി ചെയ്ത ഉടമ്പടിയുടെ അടയാളമാണ്. ഭൂമുഖത്തെ ജനതകളെ ഇനി താൻ നശിപ്പിക്കില്ല എന്ന് പറഞ്ഞ് നോഹയ്ക്ക് കൊടുക്കുന്ന വാഗ്ദാനം, അതിലെ മഴവില്ല്, ആ മഴവില്ലിലൂടെ താൻ കണ്ട പക്ഷി എങ്ങനെ സൂര്യനിലേക്ക് കയറിപ്പോകുന്നു. ഇതൊക്കെ ഈ മകൾ പറയുന്നത് തൻ്റെ എക്സാജറേഷനൊന്നുമല്ല, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മനസ്സിൽ തോന്നുന്നത് വിഭ്രാന്തിയായിട്ട് പറയുന്ന ഒരു കാര്യമല്ല. എന്നാൽ ഇത് തനിക്ക് കിട്ടുന്ന ഓരോ അനുഭവങ്ങൾ, അതിലൂടെ പിന്നീട് തനിക്ക് ലഭിക്കുന്ന കൃപകൾ, അത് ഈ മകൾ പൂർണ്ണമായും മനസ്സിലാക്കുന്നു. ശ്വാസമുള്ളിടത്തോളം കാലം ഞാനിനി അമ്മയുടെയും ഈശോയുടെയും മകളായിരിക്കും. തൻ്റെ മകൻ അതുമൂലം ഒത്തിരി മാറ്റം വന്നു. അവന് ഇപ്പോൾ പരിപൂർണമായിട്ട് അവനും വിശ്വസിക്കുന്നു, ഈശോയെ സ്നേഹിക്കുന്നു. അങ്ങനെ തൻ്റെ മകൻ്റെ സ്വഭാവത്തിലുമൊക്കെ മാറ്റം വന്ന് ഏറ്റവും നല്ല മകനായിട്ട് ഇന്ന് ആ മകനും മാറി. തൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യവുമൊക്കെ ഇവിടെ പറയുകയുണ്ടായി. ജീവിതത്തിൽ നാം നടക്കേണ്ട വഴി ഏതെന്ന് നമ്മെ കാണിച്ചു തരുന്നതാണ് ഉടമ്പടിയുടെ വഴികൾ. അത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ പദ്ധതിയാണെന്ന് അനുഭവങ്ങളിലൂടെ ഓരോ മക്കളും ഇവിടെ പങ്കുവയ്ക്കുകയാണ്. സമയ ചുരുക്കത്തിൻ്റെയും അതുപോലെ തന്നെ ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, നമ്മുടെ യോഗ്യതയല്ല, കർത്താവിൻ്റെ കൃപയാണ് നമുക്കെല്ലാം വെളിവാക്കി തരുന്നത് എന്ന് ഓരോ അനുഭവ സാക്ഷ്യങ്ങളും പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമാവുകയാണ്. ഇന്ന് പ്രീതിയെയും കുടുംബത്തെയും അനുഗ്രഹിച്ച് തങ്ങൾക്ക് ഒരു നിഴലായി സജീവ സാന്നിധ്യമായി തങ്ങളോടൊപ്പമുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ഈ കുടുംബം. നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.